ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോഷ്യോ ഫ്രണ്ട്ലി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റാണ്, റൂട്ട് ഓഫ് ഫങ്ഷണലിസം. ആദ്യം നമ്മൾ നോക്കുന്നത് ഫങ്ഷണലിസത്തിൻ്റെ സ്റ്റാർട്ടിങ്, ആ ഒരു ആവിർഭാവവും, അതായത് സ്പെൻസറിന് ശേഷം എങ്ങനെയായിരുന്നു ഫങ്ഷണലിസം, അതിനെ പറ്റിയൊക്കെയാണ് പറയുന്നത് കേട്ടോ. സോഷ്യോളജിയിലും മറ്റു സാമൂഹിക ശാസ്ത്രങ്ങളിലും ഏറ്റവും പഴയതും ഇപ്പോഴും പ്രശസ്തവുമായിട്ടുള്ള ഒരു സൈദ്ധാന്തിക വീക്ഷണമാണ് ഫങ്ഷണലിസം. ഈ ഒരു സമീപനത്തിൽ സാമൂഹിക പ്രതിഭാസത്തെ അതിൻ്റെ സാമൂഹിക ഐക്യം നിലനിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുന്നു. ഈ ആശയം പ്രധാനമായും ജൈവ സിദ്ധാന്തങ്ങളിൽ നിന്നും ജീവികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നു. ഫങ്ഷണലിസത്തിൻ്റെ ആവിർഭാവം വിശകലനം ചെയ്യുമ്പോൾ അത് സ്പെൻസറിലും ഡർക്കീമിലൊക്കെയാണ് എത്തുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഡർക്കീമിന് മരണശേഷം സോഷ്യോളജിയിൽ ഫങ്ഷണലിസം മരിച്ചിരുന്നു. എന്നാൽ മലിനോസ്കി, റാഡ്ക്ലിഫ് ബ്രൗൺ തുടങ്ങിയ നരവംശാസ്ത്രജ്ഞർ ഫങ്ഷണലിസം എന്നൊരു ആശയത്തിൽ പ്രവർത്തിക്കുകയും അതിലൊരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന് സാമൂഹ്യശാസ്ത്രത്തിലെ ഒരു പ്രമുഖ സൈദ്ധാന്തിക വീക്ഷണമായി മാറ്റുകയും ചെയ്തു. എല്ലാ സോഷ്യോളജിസ്റ്റുകളും ഫങ്ഷണലിസ്റ്റുകളാണെന്നാണ് നമ്മുടെ കിങ്സ്ലി ഡേവിസ് പറഞ്ഞത്. ഡേവിസ് ഫങ്ഷണലിസത്തെ നിർവചിച്ചത് ഇങ്ങനെയാണ്: സമൂഹത്തിൻ്റെ ഭാഗങ്ങളെ മൊത്തത്തിൽ ബന്ധപ്പെടുത്താനും ഒരു ഭാഗത്തെ മറ്റൊന്നായി ബന്ധപ്പെടുത്താനും ശ്രമിക്കുന്ന ഒരു സമീപനമാണ് എന്നാണ്. ഫങ്ഷണലിസത്തിൻ്റെ ശക്തമായ നിർവചനം ജോർദാൻ നെച്റ്ററിനും ഏസഡ് മരിയൻസ്കിയുമാണ് നൽകിയത്. ഇവരുടെ അഭിപ്രായത്തിൽ സമൂഹത്തെ ജൈവജീവിയെപ്പോലെ കാണുകയും സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രത്യേക സാമൂഹിക ഘടനകളെ വിശദീകരിക്കാനുമുള്ള ശ്രമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സമീപനമാണ് ഫങ്ഷണലിസം. ഫങ്ഷണലിസത്തിൻ്റെ ഈ ശക്തമായ നിർവചനം അനുസരിച്ച് സമൂഹവും ജീവജാലങ്ങളും തമ്മിൽ സാമ്യമായി കാണുന്നതിനെ ഡർക്കീം ശക്തമായിട്ട് എതിർക്കുകയാണ് ഉണ്ടായത്. ഫങ്ഷണലിസം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്പെൻസർ പറഞ്ഞപ്പം സമൂഹത്തിൻ്റെ സാമൂഹ്യ ഘടനയ്ക്ക് ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ള ഒരു ആശയമാണ് ഫങ്ഷണലിസം. സ്പെൻസറുടെ തിയറീസിലൊക്കെ നമ്മളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എമിലി ഡർക്കീമിനെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ബുക്സും അദ്ദേഹത്തിൻ്റെ തിയറീസും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1858-1917 കാലഘട്ടത്തിലാണ് എമിലി ദുർക്കീം ജീവിച്ചിരുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും പ്രശസ്തി നേടിയ ഒരു ഫ്രഞ്ച് സാമൂഹ്യ ശാസ്ത്രജ്ഞനായിരുന്നു എമിലി ദുർക്കീം. കാൾ മാക്സ്, മാക്സ് വെബർ എന്നിവരോടൊപ്പം ആധുനിക സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ഒരു പ്രധാന സ്ഥാപകരിൽ ഒരാളായി അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു. എമിലി ദുർക്കീം സാമൂഹ്യശാസ്ത്രത്തിലെ തുടക്കക്കാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. സാമൂഹ്യശാസ്ത്രത്തെ തത്വചിന്തയിൽ നിന്നും മനഃശാസ്ത്രത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു മേഖലയായി സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹം സാമൂഹ്യശാസ്ത്ര മേഖലയെ ഒരു അക്കാദമിക് വിഷയമായി നിർവചിക്കുകയും സ്ഥാപിക്കുകയും ചെയ്തു. സമൂഹശാസ്ത്രത്തെ തത്വചിന്ത, മനഃശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, മറ്റ് സാമൂഹിക ശാസ്ത്രങ്ങൾ എന്നിവയിൽ നിന്നും അദ്ദേഹം വേർതിരിച്ചു. ദുർക്കീമിന് സമൂഹത്തിൽ ഒരു ഘടനാപരമായ സമീപനമുണ്ട്. സാമൂഹിക പ്രവർത്തനങ്ങളെ ശക്തമായ രീതിയിൽ സ്വാധീനിക്കാൻ സാമൂഹിക ഘടനകളെ പരിഗണിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള സൈദ്ധാന്തിക വിശകലനം സമൂഹത്തിൻ്റെ ഘടനാപരമായ പ്രവർത്തന മാതൃകയ്ക്ക് ഒരു അടിസ്ഥാനം തന്നെ നൽകുകയുണ്ടായി. എമിലി ദുർക്കീമിൻ്റെ മേജർ വർക്ക്സാണ്: 1. ദി ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി, 2. ദി റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ്, 3. സൂയിസൈഡ്, 4. ദി എലമെൻ്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ്. ഇനി നമുക്കടുത്ത് നോക്കാനുള്ളത് ദുർക്കീമിൻ്റെ തിയറീസാണ്. ആദ്യത്തേത് സോഷ്യൽ ഫാക്ട്, പിന്നെ സൂയിസൈഡ്, അടുത്ത് റിലീജിയൻ, പിന്നെ ഡിവിഷൻ ഓഫ് ലേബർ. ഈ ഓരോ തിയറിയും നമുക്ക് ഡീപ്പായിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഇനി നമുക്ക് ദുർക്കീമിൻ്റെ തിയററ്റിക്കൽ കോൺട്രിബ്യൂഷൻസിലേക്ക് പോകാം. സോഷ്യൽ ഫാക്ട്: വ്യക്തികൾക്ക് ബാഹ്യമായതും നിർബന്ധിതവുമായ സാമൂഹിക ഘടനകളും സാംസ്കാരിക മാനദണ്ഡങ്ങളും മൂല്യങ്ങളുമാണ് സാമൂഹിക വസ്തുതകൾ എന്ന് പറയുന്നത്. ഇവ മനുഷ്യൻ്റെ സാമൂഹിക പ്രവർത്തനത്തെ നിയന്ത്രിക്കുകയും വ്യക്തിഗത പെരുമാറ്റത്തിന് പ്രവർത്തനത്തിനും പരിധികൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നു. തത്വചിന്തയിൽ നിന്ന് മാറാനും വ്യക്തവും വേറിട്ടതുമായ ഒരു ഐഡൻറ്റിറ്റി നൽകാനും സോഷ്യോളജിയെ സഹായിക്കുന്നതിനായി ദുർക്കീം പറയുന്നത് സോഷ്യോളജിയുടെ വിഷയം സാമൂഹിക വസ്തുതകളുടെ പഠനമായിരിക്കണം എന്നാണ്. ചുരുക്കത്തിൽ സാമൂഹിക വസ്തുതകൾ എന്നത് സമൂഹത്തിലെ ബാഹ്യവും നിർബന്ധിതവുമായ സാമൂഹിക ഘടനകളും സാംസ്കാരിക മാനദണ്ഡങ്ങളും മൂല്യങ്ങളുമാണ്. സോഷ്യൽ ഫാക്ടിന് ഉദാഹരണമാണ് മതം, കുടുംബം, മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, നിയമങ്ങൾ. അതായത് സോഷ്യൽ ഫാക്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ചുറ്റുപാടിൽ മനുഷ്യനെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ ഏകോപിക്കുകയും ചെയ്യുന്ന
എന്താ പറയുക, ഒരു നമുക്കത് വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ കഴിയില്ല. സാമൂഹിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ചില എന്താ പറയുക കാര്യങ്ങളാണ് എന്ത്, സാമൂഹിക വസ്തുതകൾ. മതം ഒരു സോഷ്യൽ ഫാക്റ്റാണ്. ഇത് വ്യക്തിയുടെ ബാഹ്യമായിട്ടുള്ള ഒന്നാണ്. അത് വ്യക്തിയെ പുറത്തു നിന്നുകൊണ്ട് തന്നെ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്നുണ്ട്. വ്യക്തിയിൽ അത് സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സോഷ്യൽ ഫാക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിയമങ്ങൾ, മൂല്യങ്ങൾ, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, ഇവയെല്ലാം വ്യക്തിയുമായിട്ട് ചേർത്ത് പറയാൻ പറ്റില്ലെങ്കിലും വ്യക്തിയെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ പറഞ്ഞ നമ്മുടെ വിശ്വാസങ്ങൾ അത് വ്യക്തിഗത ബാഹ്യമായ ഒന്നാണ്. പക്ഷേ വ്യക്തി എന്തെന്ന് ചില വിശ്വാസങ്ങൾക്കനുസരിച്ചാണ് ജീവിക്കുന്നുണ്ട്. സമൂഹം അങ്ങനെയാണ്. സമൂഹത്തിന് ചില മൂല്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ ഈ സോഷ്യൽ ഫാക്റ്റ് 2 ടൈപ്പ് ഉണ്ട്. മെറ്റീരിയൽ സോഷ്യൽ ഫാക്റ്റും ഉണ്ട്, നോൺ മെറ്റീരിയൽ സോഷ്യൽ ഫാക്റ്റും ഉണ്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സാങ്കേതികവിദ്യ, വാസ്തുവിദ്യയുടെ ശൈലികൾ, നിയമക്കോഡുകൾ എന്നിവ പോലെ നേരിട്ട് നിരീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ് മെറ്റീരിയൽ സാമൂഹിക വസ്തുത. അതിനെ ഭൗതിക സാമൂഹിക വസ്തുത എന്ന് പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ വ്യക്തികൾക്ക് ബാഹ്യവും അവരുടെ മേൽ നിയന്ത്രിക്കാവുന്നതുമാണ്. സമൂഹത്തിലെ ഘടന ഭൗതിക സാമൂഹിക വസ്തുതകൾക്ക് ഉദാഹരണമാണ്. ഗവൺമെൻറ്, രാഷ്ട്രീയ സ്ഥാപനങ്ങളൊക്കെ അതിന് ഭാഗമായിട്ട് പറയാവുന്നതാണ്. ഓക്കെ, അടുത്തത് നോൺ മെറ്റീരിയൽ സാമൂഹിക വസ്തുത, ഭൗതികമല്ലാത്ത സാമൂഹിക വസ്തുതകളാട്ടോ. ദുർക്കീമിൻ്റെ സോഷ്യോളജിയുടെ ഹൃദയം ഭൗതികമല്ലാത്ത സാമൂഹിക വസ്തുതകളുടെ പഠനത്തിലാണെന്ന് പറയുന്നുണ്ട്. ദുർക്കീമിനെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക മൂല്യങ്ങളും മാനദണ്ഡങ്ങളും ഭൗതികമല്ലാത്ത സാമൂഹിക വസ്തുതകളുടെ മികച്ച ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. മെറ്റീരിയൽ ഫാക്റ്റ് എന്നത് യാഥാർത്ഥ്യങ്ങൾ കാണാൻ പറ്റുന്നുള്ള വസ്തുതകളാണ് മെറ്റീരിയൽ ഫാക്റ്റ് എന്ന് പറയുന്നത്. നോൺ മെറ്റീരിയൽ ഫാക്റ്റ് പറഞ്ഞാൽ അത് റിയൽ ആയിരിക്കണം എന്നില്ല. അത് ചിലപ്പം കാണാൻ പറ്റാത്ത അങ്ങനെയുള്ള വിശ്വാസങ്ങളും മൂല്യങ്ങളും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നോൺ മെറ്റീരിയൽ ഫാക്റ്റ്. നമ്മുടെ ദുർക്കിം നോൺ മെറ്റീരിയൽ ഫാക്റ്റിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയത് കേട്ടോ. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണേ. താങ്ക്